എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളല്ലയോ? ഒരിക്കൽ ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി വെക്കുകയാണ്. എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുന്നു. പ്രിയപ്പെട്ട ഹസൻ ഹുസൈനെ കുളിപ്പിക്കുന്നു. എന്നിട്ട് മടിയിലേക്ക് എടുത്തു വെക്കുന്നു. എന്നിട്ട് ആ മക്കളോട് ചോദിക്കുന്നു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, മോനെ ഹസനെ ഹുസൈനെ, നാളെ നിങ്ങൾക്ക് ആരാ ഭക്ഷണം വാരി തരുന്നത്? മക്കളെയൊക്കെ നല്ലതുപോലെ കുളിപ്പിച്ചതിന് ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ മക്കളോട് ചോദിക്കുകയാണ്, നാളെ നിങ്ങൾക്ക് ആരാ ഭക്ഷണം വാരി തരുന്നത്? നാളെ നിങ്ങൾക്ക് ആരാ വെള്ളം കോരി തരുന്നത്? നാളെ നിങ്ങളെ ആരാ കുളിപ്പിക്കുന്നത്? ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ അലി തങ്ങൾ കടന്നു വരുന്നത്. അലി തങ്ങൾ ഈ വർത്തമാനം കേട്ടുകൊണ്ടാ കടന്നു വന്നത്. എന്നിട്ട് ഫാത്തിമാനോട് ചോദിക്കുന്നു, ഫാത്തിമ, എന്തിനാണ് എട്ടും പൊട്ടും തിരിയാത്ത മക്കളോട് ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്നത്? ഫാത്തിമ ബീവി പറയുന്നുണ്ട്, പ്രിയപ്പെട്ട അലിയെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇന്നി റഅയ്തുൽ ബാരിഹത അബി മുഹമ്മദാ, ഇന്നലെ രാത്രിയിൽ ഞാൻ എന്റെ ഉപ്പാന സ്വപ്നത്തിൽ കണ്ടു, എന്റെ വാപ്പാന സ്വപ്നത്തിൽ കണ്ടു, മുത്തുനബിയെ കണ്ടു. എന്നിട്ട് വാപ്പച്ചി എന്നോട് ചോദിച്ചു, മോളെ, മുന്തലിറൂന ഖുദൂമകി മുസ്താഖൂന ലിഖാഅകി, നീ വരുന്നില്ലേ പൊന്നുമോളെ, നീ യാത്രക്കൊരുങ്ങിക്കോ. എന്റെ വാപ്പച്ചി വന്ന് എന്നോട് യാത്രക്കൊരുങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അലിയെ. റസൂലുള്ളാഹി മരണപ്പെട്ട് 6 മാസം കഴിഞ്ഞ് ലോകത്തിൽ നിന്ന് ഫാത്തിമ ബീവിയും വിട പറയുമെന്ന് റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞിട്ടാ പോയത്. സമയമായപ്പോൾ ഹബീബ് തങ്ങൾ വന്ന് ഫാത്തിമ ബീവിയെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട അലിയെ, മക്കളോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഈ വർത്തമാനം കേട്ട് അലി തങ്ങളും അങ്ങ് കരയാൻ തുടങ്ങി. അലി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, നീയും ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണോ? നിനക്ക് വേണ്ടതുപോലെ ഭക്ഷണം തരാൻ കഴിഞ്ഞിട്ടില്ല, നിനക്ക് വേണ്ടതുപോലെ വസ്ത്രം വാങ്ങിത്തരാൻ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഇഷ്ടമില്ലായ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫാത്തിമ, നീ അങ്ങ് പൊരുത്തപ്പെട്ടേക്കണേ. നാളെ ഹബീബിന്റെ മുമ്പിലേക്ക് മഹ്ശറ വൻസഭയിൽ അതേ പ്രവാചകന്മാരൊക്കെ അണിനിരക്കുന്ന മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് എന്നെ ഫളീഹത്തിലാക്കല്ലേ ഫാത്തിമ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ ഫാത്തിമ. ഫാത്തിമ ബീവി പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവനെ, എനിക്കെല്ലാം പൊരുത്തമാണ്, നിങ്ങളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, നിങ്ങളോട് ജീവിച്ചെന്റെ കൊതി തീർന്നിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി വരികയാണ്, ഞാൻ യാത്ര പോകുകയാണ്. നിങ്ങളോട് എനിക്ക് പൊരുത്തമാണ്, ഇഷ്ടമാണ്. പക്ഷെ ഈ ഫാത്തിമ എന്തെങ്കിലും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫാത്തിമാക്ക് പൊരുത്തപ്പെട്ടു തരണേ. അലി തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ മോളെ, എന്തിനാ നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്തിനാ എന്നോട് നീ പൊരുത്തം ചോദിക്കുന്നത്? ബഹുമാനപ്പെട്ട അലി തങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഫാത്തിമ ബീവി പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഇന്നിതാ ഞാൻ യാത്ര പറയുന്നതിന് മുമ്പ് നിങ്ങളതെനിക്ക് പൊരുത്തപ്പെട്ടു തരണേ. അലി തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ അറിയാതെ എന്തു തെറ്റാ നീ ചെയ്തു പോയത്? ഫാത്തിമ ബീവി പറയുന്നത് മറ്റൊന്നുമല്ല, ഒരിക്കൽ നമ്മുടെ മക്കൾ ഹസനും ഹുസൈനും കിടന്ന് കരയുകയാണ്, വിശന്നു വലഞ്ഞു കിടന്ന് കരയുകയാണ്. ഉമ്മച്ചി, ഭക്ഷണം തരണമെന്ന് പ്രിയപ്പെട്ട മക്കൾ എന്നോട് വന്ന് പറഞ്ഞപ്പോ, നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല അലിയെ, ഞാൻ വെറുതെ പാത്രമെടുത്ത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. എന്നിട്ടിങ്ങനെ തീ കത്തിക്കാൻ തുടങ്ങി. ഞാൻ കരുതിയത് എന്റെ മക്കള് കുറെ സമയം ഇങ്ങനെ കാത്തിരുന്ന് വിശന്ന് മാണ്ടങ്ങുറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ കുറെ സമയം കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് തലയിട്ട് പുറത്തേക്ക് നോക്കിയപ്പോ എന്റെ ഹസൻ ഉറങ്ങിയിട്ടില്ല, എന്റെ ഹുസൈൻ ഉറങ്ങിയിട്ടില്ല. അവരിങ്ങനെ ഷർട്ട് ഉയർത്തി വയറ് കാണിച്ചിട്ട് പറയുന്നു, ഉമ്മച്ചി, വിശന്നിട്ട് ഉറക്കു വരുന്നില്ല, ഇത്
കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. പ്രിയപ്പെട്ട അലിയെ, ഞാൻ ഓടിപ്പോയി എന്റെ മക്കളെ വാരിയെടുത്ത് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളെ നിങ്ങളുടെ വല്യപ്പയാകുന്ന മുഹമ്മദ് നബി എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് ഒരു ഗതിയുമില്ലാത്തൊരു മനുഷ്യനാണ്. ഒരു ഗതിയുമില്ലാത്ത അലിയിനാ എന്നെ നിങ്ങളുടെ വല്യപ്പ കല്യാണം ചെയ്ത് കൊടുത്തത്. അതുകൊണ്ടാ മക്കളെ നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നതെന്ന് എന്റെ മക്കളോട് ഞാൻ അങ്ങ് പറഞ്ഞു പോയി. അലിയെ, അന്ന് മുതൽ ഞാൻ കരച്ചിലാണ്. എന്റെ അലിയിനെ പറ്റി ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയല്ലോ. എന്റെ പ്രിയപ്പെട്ട അലിയെ, ഞാനിതാ യാത്ര പറയുകയാണ്. നിങ്ങൾ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണേ. അലി തങ്ങൾ ഇത് കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഫാത്തിമ, എന്റെ മക്കളോട് നീ അങ്ങനെ പറഞ്ഞു കൊടുത്തോ? മുത്തുനബി എന്നോട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ, എന്നോട് നിന്നെ കല്യാണം കഴിക്കണമെന്ന് ഹബീബ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ നബിയെ, ഞാനൊരു പാവപ്പെട്ടവനാണ്, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. അങ്ങയുടെ മകളെ വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്ക എന്ന് ഞാൻ മുത്തുനബിയോട്, നിന്റെ ഉപ്പയോട് വാപ്പയോട് ഞാൻ പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞത്, അലിയെ, എന്റെ മോളെ കല്യാണം കഴിക്കേണ്ടത് നീ തന്നെയാണെന്ന്. അങ്ങനെയാ ഫാത്തിമ, ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. എന്നിട്ട് എന്റെ മക്കൾ കടന്ന് കരഞ്ഞപ്പോ എന്നെ പറ്റി ഒരു ഗതിയുമില്ലാത്തവനെന്ന് പറഞ്ഞു കൊടുത്തില്ലേ ഫാത്തിമ? അതെനിക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല ഫാത്തിമ. ലാ അർളാലകി യാ ഫാത്തിമ, അതെനിക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അലി തങ്ങൾ പറഞ്ഞങ്ങ് കരഞ്ഞു റൂമിലേക്ക് പോകുകയാണ്. ഫാത്തിമ ബീവിയുടെ സങ്കടക്കടലായി മാറുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയാൽ എന്താണ് അവസ്ഥയെന്നോർത്ത് ഫാത്തിമ ബീബി അങ്ങ് കരയുകയാണ്. അലി തങ്ങൾ റൂമിലേക്ക് പോയി കരഞ്ഞ് 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 അറിയാതെ മയങ്ങി പോകുകയാണ്. പാതിരാത്രിയായി. ഫാത്തിമ ബീവിക്ക് ഉറക്കു വരുന്നില്ല. ഫാത്തിമ ബീബി കടന്നു ചെന്നു അലി തങ്ങളുടെ റൂമിലേക്ക്. എന്നിട്ട് അലി തങ്ങളുടെ മടിയിലേക്ക് തല വെച്ച് കിടന്ന് കരയുകയാണ് ഫാത്തിമ ബീവി. എന്നിട്ട് പറയുന്നു, പൊരുത്തപ്പെടടേ അലിയേ. ഫാത്തിമ ബീവിയുടെ കണ്ണുനീര് അലി തങ്ങളുടെ ദേഹത്തേക്ക് വീണപ്പോ അലി തങ്ങൾ ഉണർന്നുകൊണ്ട് ചിന്തിക്കുന്നു, അല്ലാ, എന്റെ ഈ ശരീരത്തിൽ കിടന്ന് കരയുന്നത് ആരാണ്? ഫാത്തിമത്തു ഖിത്അത്തു കബരി, റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ടമെന്ന് പരിചയപ്പെടുത്തിയ പൊന്നുമോളല്ലയോ ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. നാളെ സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണെന്ന് പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹിന്റെ പൊന്നുമോളല്ലേ എന്റെ മടിയിൽ കിടന്ന് ഈ പാതിരാത്രിയിൽ പൊട്ടി പൊട്ടി കരയുന്നത്? അലി തങ്ങൾ ചാടി എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, ഫാത്തിമ, കരയല്ലേ മോളെ. അലിയെ പൊരുത്തപ്പെട്ടോ, നീ കരയരുതെന്ന് പറഞ്ഞ ഫാത്തിമ ബീവി അടുക്കലേക്ക് അടുപ്പിച്ചിരുത്തിയിട്ട് ചോദിക്കുന്നു, ഫാത്തിമ, എനിക്ക് പൊരുത്തവാ, ഞാൻ പൊരുത്തപ്പെട്ടോ? ഞാൻ അവസാനമായി നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചോട്ടെ? ചോദിച്ചോ പ്രിയപ്പെട്ടവനെ. അലി തങ്ങൾ പറയുന്നു, മോളെ, നിന്റെ വാപ്പയുടെ പേരെങ്ങനെയാ? ഫാത്തിമ ബീവി കണ്ണുനീര് തുടച്ചുകൊണ്ട് പറയുന്നു, എന്റെ വാപ്പയുടെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ ചോദിക്കുന്നു, ഫാത്തിമ, നിന്റെ ഉമ്മയുടെ പേരെങ്ങനെയാ? ഫാത്തിമ ബീവി പറയുന്നു, എന്റെ ഉമ്മയുടെ പേര് ഖദീജ ബീവി എന്നാണ്. ഫാത്തിമ, നിന്റെ മക്കളുടെ പേരെങ്ങനെയാണ്? ഹസൻ ഹുസൈൻ അടങ്ങുന്ന മക്കളുടെ മുഴുവൻ പേരുകളും പറയുകയാണ്. പിന്നെ ചോദിക്കുന്നു, ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ പേരെങ്ങനെയാണ്? ആ സമയത്ത് ഫാത്തിമ ബീവി പറയുന്നു, എന്റെ ഭർത്താവിന്റെ പേര് അലിയുൽ മുർത്തള. ഇത് പറഞ്ഞപ്പോൾ അലി തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നു, ഫാത്തിമ, നാളെ നിന്റെ ഉപ്പയാകുന്ന മുത്തുനബിയുടെ കൈപിടിച്ചു നീ സ്വർഗത്തിലേക്ക് പോകുമ്പോ, നിന്റെ ഉമ്മയാകുന്ന ഖദീജ ബീവിയുടെ കൈപിടിച്ച് നീ സ്വർഗത്തിലേക്ക് പോകുമ്പോ, നിന്റെ മക്കളാകുന്ന ഹസൻ ഹുസൈന്റെ കരങ്ങൾ കവർന്നുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോകുമ്പോ, ഒരു ഗതിയുമില്ലാത്ത എന്നെ മറക്കുമോ ഫാത്തിമ? ഈ പാവപ്പെട്ട അലിയെ മറക്കുമോ ഫാത്തിമ? ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് അലി തങ്ങളുടെ വായ പൊത്തി പിടിച്ചിട്ട് പറയുന്നു, ഞാൻ മറക്കൂല, അങ്ങനെ പറയല്ലേ അലിയേ. ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമെന്ന്
ഫാത്തിമ ബീബി പറയുകയാണ്. ഇത് കേട്ടപ്പോഴാ അലി തങ്ങൾക്ക് സന്തോഷമായി. ഫാത്തിമ ബീബിയെ കെട്ടിപ്പിടിച്ചിട്ടങ്ങ് പാടുകയാണ്. ലികുല്ലി ഇജ്തിമാഇൻ മിൻ ഖലീലൈനി ഫിർഖതു വകുല്ലുൽ ലദീനൽ ഫിറാഖി ഖലീലു. എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്നവരാണ്. ഫാത്തിമ ബീവിയും യാത്ര പറഞ്ഞപ്പോൾ അലി തങ്ങൾ സങ്കടത്തോടെ പാടുന്ന വരികളാണ്. ദലീലുൻ അലാ അല്ലാ യദൂമാ ഖലീലു. ഫാത്തിമ നീയും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞെങ്കിൽ എത്ര വലിയ സ്നേഹത്തോടെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചാലും, എത്ര വലിയ സമ്പാദ്യമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ ആഡംബരങ്ങളും അനുഭൂതികളും ഒക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും, എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടുന്ന് യാത്ര പറയേണ്ടവരാണ്. അതുകൊണ്ട് എല്ലാവരോടും സന്തോഷകരമായി യാത്ര പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് ലോകത്തിന് വിട പറയണമെങ്കിൽ ലിമിസിലി ഹാദാ ഫൽഅമലിൽ ആമിലൂൻ. സുഹൃതങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സുബഹി ഖലാക്കരുത്, നിസ്കാരം ഖലാക്കരുത്, പ്രിയപ്പെട്ട ഉമ്മയെ മറന്നു പോകരുത്, പ്രിയപ്പെട്ട വാപ്പച്ചിയെ മറന്നു പോകരുത്, പ്രിയപ്പെട്ട ആരെയും മറന്നു പോകാതെ നല്ലൊരു മുസ്ലിമായി ജീവിക്കുമ്പോഴാണ് അവസാനം ഈ ലോകത്തിൽ നിന്ന് മുസ്ലിമായി തന്നെ മരിക്കാൻ കഴിയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.